Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടോർട്ടില റാപ്പിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ടോർട്ടില എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് സ്വീറ്റ് ആയിട്ടുള്ളതും കുറച്ച് എരിവുള്ളതുമായിട്ട് ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ടോർട്ടില റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ചപ്പാത്തി ചെയ്യുന്നത് പോലെയാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ ആണ് വേണ്ടത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് നല്ല ചൂടുള്ള വെള്ളം ചേർക്കണം. ചെറിയ ചൂടല്ല, നല്ല ചൂടോടെ തന്നെ വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുന്നില്ല, കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല പോലെ തന്നെ പ്രസ് ചെയ്തിട്ട് കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. എന്നിട്ടിത് ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഓരോ ബോൾ എടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. കനമില്ലാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു സൈഡ് ഒന്ന് ബബിൾസൊക്കെ വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് കുറച്ചൊന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങ് വീർത്ത് വരും. ഇത് കുക്കായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണം ചെയ്തിട്ട് ഇതേപോലെ തുണിയിലൊന്ന് പൊതിഞ്ഞിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. ഇപ്പോൾ ടോർട്ടില എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് സോയ സോസും ഉപ്പും നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കായിട്ട് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം.
ഇനി ടോർട്ടില്ല റാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് 4 ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 4 ഓരോ ഏത് ഫില്ലിംഗ് ആണെന്ന് വെച്ചാൽ അതെല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ എൻഡിലായിട്ടാണ് ചീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മയണൈസും കെച്ചപ്പുമാണ് ആ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ലെറ്റ്യൂസ് കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഈ ഒരു സൈഡിൽ നിന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ആ സൈഡിൽ നിന്ന് ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും എൻഡിലായിട്ട് ചീസിൻ്റെ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്ത റാപ്പും റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കന് പകരമായിട്ട് മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റാപ്പിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതും അതേപോലെ തന്നെ ഒന്ന് മടക്കിയിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് സ്വീറ്റ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഡേറ്റ്സിൻ്റെ സിറപ്പാണ് ഒഴിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ പൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി മാംഗോ ക്രഷും സ്ട്രോബെറി ക്രഷുമാണ് ചേർത്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഗ്രില്ല് ചെയ്യുന്ന ഒരു കുഞ്ഞു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചെയ്തെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല. ബട്ടർ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഓരോ റാപ്പും ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡ് നല്ലപോലെ തന്നെ ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അടുത്ത റാപ്പും ഇതേപോലെ തന്നെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത്. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് സ്വീറ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വാനില ഐസ്ക്രീം ഒന്ന് സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. പൊരിഞ്ഞിട്ടുള്ള റാപ്പിൻ്റെ കൂടെ ഐസ്ക്രീം കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്